വന്നവനും നിന്നവനും പോയവനും കണ്ടു നിന്നവനും ഒരുപോലെ കോടീശ്വരന്മാരാകുന്ന കാഴ്ച കണ്ടിട്ടുണ്ടോ? അതാണ് അയോധ്യ രാമക്ഷേത്രത്തിൽ നടന്നതും നടന്നുകൊണ്ടിരിക്കുന്നതുമായ കൺകെട്ട് വിദ്യ. ഭക്തർ ഭക്തിപൂർവ്വം സമർപ്പിച്ച കാണിക്കയാണ് കൺകെട്ട് വിദ്യയിലൂടെ കാണാതെ പോകുന്നത്. പക്ഷെ കാണിക്ക കാണാതെ പോകുന്നുണ്ടെങ്കിലും അപ്പുറത്ത് ക്ഷേത്ര ട്രസ്റ്റുകളും അവരുടെ ബന്ധുക്കളും എല്ലാം കോടീശ്വരന്മാരാകുന്നുണ്ട്. അത് നമ്മൾ കാണാതെ പോകരുത്. വട ചെറുതാവുന്നു എന്ന് പരാതി പറയുമ്പോൾ വട ചെറുതാവുന്നത് മാത്രമല്ലേ കാണുന്നുള്ളൂ, വടയിലെ തുള വലുതാകുന്നത് കാണുന്നില്ലല്ലോ എന്ന്. അതുപോലെയൊക്കെ തന്നെ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കുമല്ലേ ക്ഷേത്ര ട്രസ്റ്റികളും ബന്ധുക്കളുമൊക്കെ ധനികന്മാരാകുന്നത്. മാസം 12,000 രൂപ വരെ വരുമാനമുള്ളവന് ഒരു വർഷത്തിനുള്ളിൽ ഒപ്പിച്ചെടുത്തത് 25 ലക്ഷത്തിൻ്റെ വീടാണ്. ഇതൊരു സാമ്പിളായി മാത്രം പറഞ്ഞതേ ഉള്ളൂ. ഇനി കാണാൻ എത്ര കിടക്കുന്നു. മുതിർന്ന RSS നേതാവും അയോധ്യ രാമക്ഷേത്രം ട്രസ്റ്റ് അംഗവുമായ അനിൽ മിശ്രയുടെ ബന്ധുക്കളാണ് കാണിക്കയുടെ അനുഗ്രഹം കൊണ്ട് കോടികൾ സമ്പാദിച്ചത്. വല്ലാത്തൊരു സമ്പാദനം തന്നെ. ഇതിലെ മറ്റൊരു പ്രധാന കാര്യം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ അനിൽ മിശ്രയും ഭാര്യ ഉഷയുമായിരുന്നു മുഖ്യ ആതിഥേയൻ. അതുകൊണ്ട് തന്നെ ഭക്തരെ പറ്റിച്ച് കാണിക്ക മുക്കിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. മുഖ്യ ആതിഥേയനായതിന് പിന്നാലെ മോദിയെ തഴുകി തലോടി പുള്ളിയുടെ ശുപാർശയിൽ ട്രസ്റ്റിൽ കയറിപ്പറ്റി. പിന്നെ കാര്യങ്ങൾ എളുപ്പമായി. സംഭാവനകൾ എണ്ണിത്തിട്ടപ്പെടുത്തുന്ന സംഘത്തിലേക്ക് അനിൽ മിശ്ര നൈസായിട്ട് ബന്ധുക്കളെ നിയമിച്ചു. അവരാണ് അനികൽപ് മിശ്രയും ലവ്കുശ് മിശ്രയും. ഈ ലവ്കുശ് മിശ്രയുടെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 12,000 രൂപ മാസ ശമ്പളവും പറ്റി 25 ലക്ഷത്തിൻ്റെ വീടൊന്ന് സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന്. ഇത് പ്രത്യക്ഷത്തിലുള്ളതാണ്. അപ്രത്യക്ഷമായത് എത്രയാണെന്ന് രാമന് പോലും പിടികിട്ടി കാണില്ല. അനികൽപ് മിശ്രയാണെങ്കിലോ അയോധ്യയിലെ ബസാവ ഗ്രാമത്തിൽ വെറും 65 ലക്ഷം മതിപ്പ് വരുന്ന വീടും പണി കഴിപ്പിച്ചു. അങ്ങനെ കാണിക്കകളും വിലപിടിപ്പുള്ള വസ്തുക്കളും അടിച്ചു മാറ്റിയ സംഘത്തിൽ ഉൾപ്പെട്ട ഇരുവരും ശരവേഗത്തിൽ കോടിപതികളായി. മാസ ശമ്പളം 12,000 രൂപയാണെന്ന് ഓർക്കണം. വീടിന് പുറമെ 25 ലക്ഷത്തിൻ്റെ ഒരു SUV കാറും ഇക്കൂട്ടത്തിലുണ്ട്. അടുത്തത് ടിന്നു യാദവാണ്. മുതിർന്ന RSS നേതാവും VHP വൈസ് പ്രസിഡന്റും ക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയുമായ ചമ്പത് റായിയുടെ ഡ്രൈവറാണ് ടിന്നു. ചമ്പത് റായിയുടെ വിശ്വസ്തനും കൂടിയാണ്. പുള്ളിക്ക് റിയൽ എസ്റ്റേറ്റിൽ കുറച്ച് നിക്ഷേപമുണ്ട്. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 50 കോടി വരും. രാമക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയുടെ ഡ്രൈവർ വിശ്വസ്തൻ, ഇപ്പോൾ കോടിപതി. ടിന്നു യാദവിൻ്റെ അച്ഛൻ അയോധ്യയിൽ ചായ വിൽപ്പനക്കാരനായിരുന്നു കേട്ടോ. ഓട്ടോയും ടെമ്പോയും ഓടിച്ചായിരുന്നു ടിന്നുവിൻ്റെ ഉപജീവന മാർഗം. അതെ, ഓട്ടോ ഓടിച്ച് സമ്പാദിച്ച തുകയാണ് ആ 50 കോടി. എല്ലാവരും എല്ലാം വിശ്വസിച്ചല്ലോ അല്ലേ? സത്യമായിട്ട് ഓട്ടോ ഓടി കിട്ടിയ പൈസയാണ്, അല്ലാതെ. ക്ഷേത്രക്കൊള്ള വന്നതോടെ ഒരു തമ്മിലടി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആരൊക്കെ തമ്മിലാണെന്നറിയാമോ? ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ. എന്തിനാണെന്നറിയാമോ? നാണക്കേടിൽ നിന്ന് മുഖം രക്ഷിക്കണമല്ലോ. അതാണ് കാര്യം. ഒരു സൈഡിൽ നിന്ന് യോഗിയും മറുവശത്ത് മോദിയും അമിത്ഷയും. വാവ്, നല്ല കോമ്പിനേഷൻ. ശതകോടികളുടെ അയോധ്യ കൊള്ള യോഗിയുടെ കൂടി വീഴ്ചയായി ചിത്രീകരിക്കാൻ അമിത്ഷാ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞു. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ യഥാർത്ഥ പ്രതിനിധി താനാണെന്ന പ്രതീതി ഉണ്ടാക്കാനും മോദിജിക്ക് ശേഷം BJPയുടെ കടിഞ്ഞാൻ പിടിച്ചെടുക്കാനും യോഗിയും ശ്രമിക്കുന്നുണ്ട്. ഇതിനിടയിൽ കൊള്ളയിൽ രാമക്ഷേത്രം ട്രസ്റ്റ് അംഗങ്ങളെ മാത്രം ഉത്തരവാദിയാക്കാൻ യോഗിയും ശ്രമം നടത്തുന്നുണ്ട്. അതിനുള്ള കാരണം മോദി മുൻകൈയെടുത്താണ് ട്രസ്റ്റിന് രൂപം നൽകിയത്. അപ്പോൾ യോഗിയെയും ആളുകളെയും അവഗണിച്ചു. അതുകൊണ്ടാണ് കൊള്ള ട്രസ്റ്റ് അംഗങ്ങൾക്ക് മേലെ ഇട്ട് മുങ്ങാനുള്ള ശ്രമം യോഗി നടത്തുന്നത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പറയും അമ്പലക്കൊള്ളയിൽ കടുത്ത നടപടി വേണം എന്നൊക്കെ. ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പൊക്കെ ആയല്ലോ, അപ്പൊ പുള്ളിക്ക് മുഖം രക്ഷിക്കണം. അയോധ്യ രാമക്ഷേത്രം എന്നൊക്കെ പറഞ്ഞ് അധികാരം പിടിച്ചവർക്കിപ്പോൾ അയോധ്യ കൊള്ളയിൽ മിണ്ടാട്ടം മുട്ടിയ അവസ്ഥയാണ്. ആരുടെയെങ്കിലും തലയിലിട്ട് ഊരിയാൽ മതിയെന്ന് കരുതി ഇരിക്കുവാണ് യോഗിയും മോദിയും. രാമനും രാമക്ഷേത്രവും BJPക്കും സംഘപരിവാറും എല്ലാ കാലത്തും അക്ഷയകനി തന്നെ.